കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക്, അതായത് അവനെ അടുത്തറിയുന്ന അവൻ്റെ അയൽവാസികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഞങ്ങൾ വന്നപ്പോഴും ഇത്രയൊരു ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതെന്താണെന്നുള്ളത്. കാരണം എന്തെങ്കിലും ചെറിയൊരു അറിവെങ്കിലും നമുക്ക് കിട്ടണ്ടേ. അപ്പം ഇച്ചിരി ഏജന്റ്, അറ്റ്ലീസ്റ്റ് ഏജന്റ് പറയണം. ഏജന്റ് പറയണം. അതല്ലെങ്കിൽ അവിടെയുള്ള മോൻ പോകുന്ന പാരിഷിലുള്ള ആരെല്ലാം ഇടവകയിലുള്ള അവരെ ഇവിടെയുള്ള ഫാദർ പറയുന്നത് ഫാദറിനെ അറിയത്തുള്ളൂ എന്നാണ്. ഫാദറിന് ഇത്ര അറിയത്തുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മൾ കൊണ്ടുപോയ ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ആരായാലും ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ എന്ത് നമ്മളിത് നമുക്ക് തന്നെ അങ്ങനെയല്ല, അവിടെയുള്ള അച്ഛന് ഇത് വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. അല്ല, ഏതച്ഛനാണെങ്കിലും അച്ഛന്റെ നമ്പർ തരട്ടെ. അല്ല, ഇത്രയും ദിവസമായില്ലേ, ഏതച്ഛനായാലും ഇത് വീട്ടുകാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ, നിസ്സാര. കാരണം നമ്മൾക്ക് ആളെയും കൊണ്ടുവരിക എന്നുള്ളതാണോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം? കൊല്ലാൻ കൊടുത്തല്ലോ, ഇത് നമ്മൾ കൊടുക്കാൻ ചുമ്മാ വിട്ടതാണോ? അത് അവർക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? അവർക്ക് പൈസ ആയിട്ട് എത്ര കൊടുത്തിട്ടുണ്ടാകും? അവിടെ ഫീസായിട്ട് മൂന്ന് സംതിങ് കൊടുത്തിട്ട് അത് വാങ്ങിച്ചിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പം പിന്നെ അവർക്ക് അതിന് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരാൾ മരണപ്പെട്ടു, ഇനിയിപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തിൽ എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ഇത് നിസ്സാര കാര്യമാണോ? അല്ലെങ്കിൽ ഇതിൽ അപകടം പറ്റിയ കാര്യമല്ലല്ലോ, ഇതൊരു മരണം സംഭവിച്ച കാര്യമല്ലേ. നമ്മളിത് വെളിപ്പെടേണ്ട, സമൂഹത്തിൽ അറിയിക്കേണ്ടതല്ലേ. ഒന്നല്ലൊരു അപ്പനും അമ്മയും ജീവിച്ചിരിപ്പില്ലേ, അവരെ നേരിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, അത് തന്നെ. അതെ, വ്യാഴാഴ്ച ഈ ബോഡി ഇവിടെ കൊണ്ടുവരിക എന്നാണോ ഈ പറയുന്നത്? അല്ല, അതല്ലല്ലോ കാര്യം. സർക്കാർ, നമ്മുടെ സർക്കാർ അത് ഭംഗിയായിട്ട് ചെയ്തു. കൊണ്ടുവരും. പക്ഷെ അതിനേക്കാളും ഇതിന്റെ അവസ്ഥ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ബന്ധപ്പെടാമെന്നുള്ള ഈ പിള്ളേരുമായിട്ടല്ലേ ഫോണിൽ കൂടെ ബന്ധം. പിള്ളേരും ഒന്നും പറയുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ നിർജ്ജനാവസ്ഥ ഇതുവരെ അറിയണമെന്ന് ആഗ്രഹവും ഉണ്ട്. ആ അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ചുമ്മാ നിസ്സാര പൈസ കൊടുത്തൊന്നും വിട്ടതല്ലല്ലോ. നമ്മുടെ കയ്യിലെ കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്താ വിട്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മളുടെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പോലും തന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ, ആ കുഞ്ഞ് എങ്ങനെ മരിച്ചു, ഈ കുഞ്ഞിന് എന്ത് അവസ്ഥ വന്നു, അതിന് തലേ ദിവസം വരെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് സന്തോഷപരമായിട്ടിരുന്ന കുഞ്ഞിൻ്റെ ഒരു മുഖഭാവം പോലും ഒരു അമ്മയ്ക്ക് അറിയത്തില്ലാതെ വന്നിട്ട് പെട്ടെന്നൊരു മരണവാർത്ത അറിയാന്ന് പറഞ്ഞാൽ തകർന്നു പോയ അവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ഈ നിങ്ങൾ കൺമുന്നിൽ കണ്ടു വളർന്ന പയ്യനാണ്. പിന്നെ കൺമുമ്പിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ പോലെ തന്നെ ഞങ്ങൾക്കും അവനും. അതെ, നിങ്ങൾക്ക് ഇന്നേ ഒരു മോശം പറയാൻ കൊച്ചിനെ പറ്റിയില്ല. ഞങ്ങളുടെ മക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവനെ കുറിച്ച് ഞങ്ങൾക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ ഒരാളാണ് തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇന്ന് വരെ ചിന്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുള്ളൂ, ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന. ഞങ്ങൾക്ക് ഇന്ന് വരെ അവന്റെ അവസ്ഥ എന്താണെന്നും എന്തങ്ങനെ സംഭവിച്ചെന്നോ ആത്മഹത്യ ചെയ്യേണ്ടതൊന്നും ആവശ്യം അവനില്ല. അങ്ങനെയുണ്ട് അവന് നാട്ടിലേക്ക് പോരാമായിരുന്നല്ലോ. അതെ, ഇപ്പൊ 2 മലയാളികൾ അവിടെ ചെന്നൊക്കെ പറയുന്നു. ഏതാരാണ് എന്താണെന്ന് ഈ കുഞ്ഞ് പറയുന്നത് ആരെയും ആ സമയത്ത് ആരും പറയാനൊക്കത്തില്ല. അത് എന്താണെന്നുള്ള കൂട്ടുകാരും കാണാതിരുന്നപ്പോ ഒരു മലയാള ഭാഷ സംസാരിക്കുന്നവരോട് അവനൊരു ഇഷ്ടം തോന്നിയായിരിക്കും, അല്ലെങ്കിൽ എന്തുമായിരിക്കണം, മനുഷ്യല്ലേ. പക്ഷെ അതൊന്നും ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണമല്ലല്ലോ. അതെ, 22 വയസ്സേ ഉള്ളൂ, എത്രയോ വർഷങ്ങൾ കിടക്കുന്നു. പിന്നെ അത് ആഗ്രഹിച്ച് മോഹിച്ച് എത്രയോ ദിവസം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാവും പോയത്, എവിടെയൊക്കെ പരീക്ഷ എഴുതിയിട്ടാവും പോയത്. തീർച്ചയായിട്ടും ഇത്രയും സന്തോഷപരമായി പോയ കുഞ്ഞിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന പറയുന്നത് സഹിക്കുന്നതിന്റെ അപ്പുറമാണ്. അല്ല, തീർച്ചയായിട്ടും ഇതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമില്ല. ഇത് കൊണ്ടുപോയ ഉത്തരവാദിത്തപ്പെട്ട ദുരൂഹതയുണ്ടെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് തെളിയിക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിന്റെ വിഷമം. അല്ല, ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത് കുറച്ചുകൂടെ അവരോട് പറഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒരു ഏജൻസി കൊണ്ടിട്ട് ഒരു ചുമ്മാ ഒരു മെസ്സേജ് ഒന്നും ഇല്ലാതെ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനപ്പെട്ട എന്നാന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി കൊണ്ടിട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾക്കും വലിയ പ്രതിസന്ധിയാ എന്തെങ്കിലും തരണം ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും സാമ്പത്തികം ഉണ്ടല്ലോ ഞങ്ങൾക്ക്, ഒരു വിധത്തിൽ ബാധ്യതയുള്ളത് കൊണ്ടല്ലേ കുഞ്ഞിനെ വിട്ടത്. ഇനി ഒരു ബാധ്യതയും കൂടെ, വൻ ബാധ്യത താങ്ങാനുള്ള ശക്തി ഇല്ല. അല്ല, ഒരു മകൻ അപ്പനെയും അമ്മയെ നോക്കേണ്ട ഒരാള് മാത്രമല്ല ബാധ്യതയിൽ പിന്നെ സാധാരണ ഒരു കുടുംബമല്ലേ, ഇനി വൻ ഒരു ബാധ്യത ഏൽക്കാനും പറ്റില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അങ്ങനെ മാനസികമായി തകർന്നു തന്നെയാണ് നിൽക്കുന്നത്. അത് ഇവരുടെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമം തന്നെയാണ്. നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് അവനെ കൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു ശല്യമോ ഒരു ബഹളവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മക്കളെ പോലെ തന്നെ അവനത്. അത്രയും വേദനാകരമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്.
ഓക്കെ. അല്ല ഞാൻ ചോദിക്കുന്നത് ഇനിയും ഇപ്പം ഒരു റീപോസ്റ്റ്മോർട്ടം അങ്ങനെ വല്ല സംവിധാനത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? കാരണം ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല. എൻ്റെ ഒരാഗ്രഹം ഇനി എൻ്റെ പയ്യൻ ഇവിടെ വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീണ്ടും എനിക്കതൊരു തീരെ ദുഃഖമായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ, ഏത് കൊച്ചാണെങ്കിലും ഇങ്ങനെ പോയി ഒരബദ്ധങ്ങൾ ഇനി വീഴാതിരിക്കാൻ അവിടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാമെന്ന് ഇനി എനിക്ക് പറയാനുള്ളൂ. അല്ല, ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ടല്ലോ. ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ഇതിനോട് ഇപ്പം എന്താ പറയാൻ പറ്റുന്ന ഇനിയും പോകുന്ന കുഞ്ഞുങ്ങളോട് എന്താ പറയാൻ കൊടുക്കുന്നത്? വീട്ടുകാരെ ഓർക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ആര് പരിചയപ്പെട്ടാലും നമ്മുടെ തൊട്ടറിയാവുന്നവർ മാത്രമുണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുള്ളൂ. വേറെ ആര് വന്നെന്ന് പറഞ്ഞാലും അവരുമായിട്ടൊരു ഇതിനും പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് പോയി നമുക്ക് പരിചയം അറിയുള്ള പിള്ളേർ, അവരെ നമുക്ക് അത്രയ്ക്കും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അവൻ്റെ കാര്യം നോക്കി പഠിക്ക്, ബാക്കി കാര്യങ്ങൾ അല്ല. വേറെ ഒരു കാര്യത്തിലും ഒരാളോടും ഒരു കാര്യത്തിനും ഒന്നും. എൻ്റെ പയ്യനോടൊക്കെ തന്നെ അവിടുത്തെ ആൾക്കാർ തന്നെ പൈസ മേടിച്ചിട്ടുണ്ട്. ജർമ്മൻസ് തന്നെ പൈസ മേടിച്ചിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇത്ര പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് അയച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പയ്യനിവിടെ പറഞ്ഞു. എന്നിട്ട് അയച്ചില്ല, അവൻ കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് മേടിച്ചിട്ടില്ല, ഒരാളുടെ കാര്യമാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കൊടുത്തേക്കാൻ ഫോണിൽ അയച്ചേക്കാന്നൊക്കെ പറഞ്ഞു. അത് മലയാളികളാണ്? അല്ല, അത് ജർമ്മനാണ്. അവൻ്റെ ഫോണിൽ അയച്ചേക്കാന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടില്ലെന്ന് അതും വീട്ടിൽ പറഞ്ഞാ. അച്ഛൻ്റെ അമ്മയല്ലേ? അമ്മലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അമ്മലിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം. എൻ്റെ കൊച്ചു പാവ, എൻ്റെ കൊച്ചു പാവമെന്ന് പറഞ്ഞാൽ പാവ ബോധയൊരു കൊച്ചാണ്, കൊച്ചിയുള്ള കൊച്ചാണ്. എല്ലാം കൊണ്ടും ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഉപകാരമില്ലാതെ. വീഡിയോ കോൾ ഇയാൾ ചെയ്തിരുന്നോ? കണ്ടിരുന്നോ? വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നോ? ഇടം കാണാം. ഒരു കഴിഞ്ഞ ആഴ്ചയിൽ അവസാനാണ് ഞാൻ ചോദിച്ചു, സംസാരിച്ച് എന്നെ എടുക്കുവാന്ന് ചോദിച്ചു. ഞാൻ സീരിയൽ കാണുവാന്ന് പറഞ്ഞു. അപ്പോൾ സീരിയൽ ഏത് സീരിയലാണ്? ഞാൻ പറഞ്ഞു മൗനരാഗ കാണും. ഇവൻ്റെ ഫോണിൽ ഇങ്ങനെ വിളിക്കാൻ അതാണ് കഥ എവിടം വരിക ഇങ്ങനെയൊക്കെ ശരി. ഇപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മെയ് മാസത്തിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അന്നാ ഞാനൊരു കിറ്റൊക്കെ അമ്മയോട് പറയാമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരം പറഞ്ഞു അത് തന്നെ പോരാ, എൻ്റെ വെഡിങ് ആനിവേഴ്സറി ജൂൺ 5-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ പറഞ്ഞ് ഇതാക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ഇത്രയും സംസാരിച്ച്. അമ്മയായിട്ട് ഒക്കെ പരിചയമുണ്ട്, പുള്ളി അക്ഷയയിലുണ്ടാക്കുന്നത് അങ്ങനെയുള്ളത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ല. ഇത് കേട്ടിട്ട് എന്തോ തോന്നിയെന്ന് ശരിയായിട്ടും. ഈ ഒരാൾ ആഗ്രഹിച്ച് ഒരു സ്ഥലത്തേക്ക് ഒരു ജീവിതം വെട്ടിപ്പിടിക്കാൻ പോകുന്ന ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ ആർക്കാണെങ്കിലും നമുക്കൊരു അസ്വാഭാവികത തോന്നുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചെന്നുള്ളത് അറിഞ്ഞുകൂടല്ലോ. ഇത്രയും ചെറിയ കുട്ടി ഇങ്ങനെ പോയി സൂയിസൈഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഇവരോട് അങ്ങേറ്റം സ്നേഹമുള്ള ആളാണല്ലോ. കാരണം പുള്ളിക്ക് കിട്ടുന്ന പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് വെളിയിലുള്ള അറിവ്. പറഞ്ഞു അവരോട് അത്രയും സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള പയ്യൻ അങ്ങനെ ഒരു ഇവരെ മനസ്സിലോർക്കാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? അതാണ് സാധ്യതയില്ല. പക്ഷെ നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നോ, അല്ലെങ്കിൽ എന്തായിരുന്നു പുള്ളിക്കുണ്ടായിരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതിപ്പം ഞാൻ അയൽവാസി, ഞാൻ ഇവിടെ അടുത്ത അമ്പലത്തിനടുത്ത് താമസിക്കുന്നു. എൻ്റെ 2 മക്കളും വെളിയിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഇപ്പം അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയതാണെങ്കിൽ ഇപ്പോൾ അവരോട് ചോദിച്ചാൽ മതി, അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ. എന്തായാലും കേട്ട ചെറിയൊരു ദുരൂഹത തോന്നുന്നില്ല. തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും തോന്നുമല്ലോ. ഇത്ര ചെറിയ 22 വയസ്സേ ഉള്ളൂ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, അവിടെ പോയി നഴ്സിംഗ് കഴിഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തോ അസ്വാഭാവികത ഉണ്ടെന്നുള്ള കാര്യം സംശയലേശം. അതിപ്പം ആർക്കാണുള്ളത് തോന്നുമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.